സ്മാർട്ടപ്പ് ഇതാ 10ാം വർഷത്തിലേക്ക്. 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ 3 പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത്. കപ്പലണ്ടിമുക്ക്, മൂലങ്കുഴി, MLA റോഡ്, നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത്. 5 മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസുകളിലേക്കും ഏപ്രിൽ 3 മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ്. അഡ്മിഷനു വേണ്ടി ചുവടെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം. ഇന്ന് മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. എല്ലാ വർഷവും മെയ് 8-ന് ലോക റെഡ് ക്രോസ് ദിനം ആചരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ, സായുധ സംഘടനകൾ, മറ്റ് പ്രതിസന്ധികൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ദിവസം സമർപ്പിക്കുന്നു. റെഡ് ക്രോസിൻ്റെയും റെഡ് ക്രസൻറ്റ് പ്രസ്ഥാനത്തിൻ്റെയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായും ഈ ദിനം വർത്തിക്കുന്നു. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ഹെൻറി ഡുനന്റിന്റെ ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന വാർഷിക ആഘോഷമാണ്. 1828 ജനീവയിലാണ് അദ്ദേഹം ജനിച്ചത്. 1934 ടോക്കിയോയിൽ നടന്ന 15ാമത് അന്താരാഷ്ട്ര കോൺഫറൻസിൽ റെഡ് ക്രോസ് ട്രൂസിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇതിൽ പ്രധാനമായും സംസാരിച്ചിട്ടുള്ളത് യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണ്. 1946 2ാം ലോക മഹായുദ്ധകാലത്ത് ടോക്കിയോയിൽ അവതരിപ്പിച്ച നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നു. 2 വർഷങ്ങൾക്കു ശേഷം ലീഗ് ഓഫ് റെഡ് ക്രോസ് സൊസൈറ്റീസിന്റെ ഗവർണർമാർ മെയ് 8 ഹെൻറി ഡുനന്റിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വാർഷിക ആഘോഷം നടത്താൻ തീരുമാനിച്ചു. ഇത് 1948 ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു. റെഡ് ക്രോസ് എന്ന സംഘടനയുടെ തത്വങ്ങൾ, ദൗത്യം, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള ഒരു വേദിയായാണ് ലോക റെഡ് ക്രോസ് ദിനം പ്രവർത്തിക്കുന്നത്. 2024 ലോക റെഡ് ക്രോസ് ദിനത്തിന്റെ ആശയം ഞാൻ സന്തോഷത്തോടെ നൽകുന്നു, ഞാൻ നൽകുന്ന സന്തോഷം ഒരു പ്രതിഫലമാണ്.